എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ഭയങ്കര പ്രാക്ടീസിലാണ്. ഹീറോ ആണെങ്കിൽ വമ്പ സ്റ്റെപ്പൊക്കെ ഇട്ട് നമ്മുടെ പിങ്കി പെണ്ണിന് കാണിച്ചു കൊടുക്കും. അവൾക്കത് കാണുമ്പോൾ തന്നെ തീരെ ഇഷ്ടാവില്ല. ഈ സ്റ്റെപ്പൊന്നും വേണ്ട, നീ തൽക്കാലം പുറത്തേക്ക് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയെ അവൾ ആട്ടി ഓടിക്കും. ചപ്പർത്തലേനോട് പല ആൾക്കാരും പല ഐഡിയാസ് ഒക്കെ പറയും. പക്ഷെ അവനാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡില് ഭയങ്കര ജാടയൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കും. അതിനുശേഷം ഇപ്പൊ പ്രിൻസസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയോട് പറയും. അവനൊരു കയറൊക്കെ കെട്ടി പാട്ടിനനുസരിച്ച് പ്രിൻസസിനെ മേളിലേക്കും താഴേക്കൊക്കെ വലിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഈ ഔണ്ടാങ് ആളവിടേക്ക് വന്ന് അവരോടെല്ലാവരോടും അവിടുന്ന് പോവാൻ പറയും. ഇവിടെ 9 മണി വരെ മാത്രമേ നിങ്ങൾക്ക് നിൽക്കാൻ പാടുള്ളൂ. നാളെ ഷാർപ്പ് 9 മണിക്ക് നിങ്ങളുടെ പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്യും. കട്ട് ചെയ്താ ചിറോ. അവളാണെങ്കിൽ ഫുൾ ടെൻഷനിലാണ്. കാരണം അവളെ എല്ലാവരും ചേർന്ന് പ്രഷർ ചെയ്തതുകൊണ്ടാണ് അവൾ പാടാൻ പോകുന്നത്. പക്ഷെ ക്യാമിനാരി അവൻ കട്ടയ്ക്ക് അവളെ സപ്പോർട്ട് ചെയ്യും. നീ സൂപ്പറാണ്, ആക്ച്വലി നിന്റെ പാട്ട് ഹാവു ഒരു രക്ഷയില്ല, ഞാൻ ഒരുപാട് തവണ കേട്ട് നിന്നിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും ആ പ്രിൻസസും. ഹീറോ ആണെങ്കിൽ പ്രിൻസസിനെ വലിക്കാനും കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് കയറും ബെൽറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെഡിയാക്കി അത് ചെക്ക് ചെയ്യാണ്. അപ്പോഴായിരിക്കും ആ കയറ് അത് ഒരുപാട് സമയം യൂസ് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് വീക്കായിട്ട് ഇപ്പൊ ഹീറോയ്ക്ക് തോന്നും. അത് കണ്ട പ്രിൻസസ് പറയും, നമുക്ക് ഇതുപോലെ റോപ്പ് ആ മോമോയെ കൊണ്ട് റെഡിയാക്കാം. പക്ഷെ അവൾ ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇപ്പൊ ടയർഡായി റെസ്റ്റ് ചെയ്യാണ്. സോ ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്ന ഉറപ്പായിട്ടും നമ്മളെ തൊഴിച്ച് പുറത്താക്കും. അതിന് ഹീറോ പറയും, അത് കുഴപ്പമില്ല, നമുക്ക് മോർണിംഗ് പോയിട്ട് കയറ് വാങ്ങാം. അപ്പൊ പ്രിൻസസ് പറയും, ഏർലി മോർണിംഗ് 9 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യില്ലേ, ഫസ്റ്റ് നമ്മുടെ ഐറ്റാണ്, അതുകൊണ്ട് തന്നെ ആ ടൈം കൊണ്ട് വാങ്ങിട്ട് വരാൻ കഴിയോ? അതിന് ഹീറോ, അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ സ്കൂളിൽ നിന്ന് വെറും 15 മിനിറ്റ് മാത്രമാണ് കടയിലേക്ക് ദൂരമുള്ളത്. 9 മണിക്ക് കട അത് ഓപ്പൺ ആവും. ഓൺ ദ സ്പോട്ട് ഞാൻ കയറ് വാങ്ങി അതുമായിട്ട് സ്കൂളിലേക്ക് എത്താം. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഫുൾ പവറിൽ വിളിച്ചു പറയും, നാളെ ഞങ്ങളുടെ ഡേ ആണ്, ഉറപ്പായിട്ടും ഞങ്ങളത് അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ചെക്കനും പ്രിൻസസും അവർ രണ്ടുപേരും ഭയങ്കര പ്രാക്ടീസിലാണ്. അപ്പൊ അവിടേക്ക് അച്മ ഓടി വരും. അവള് പറയും, ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഗ്ലൗസ് അത് റെഡിയാക്കി. ഇപ്പൊ സമയം 6 മണിയായി. സോ എത്രയും പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങണം. ഹീറോയ്ക്കാണെങ്കിൽ ആ ഗ്ലൗസ് അത് കുറച്ച് ഇഷ്ടാവുകയും ചെയ്യും. ഹീറോ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇപ്പൊ വമ്പൻ ആക്ഷൻസ് ഒക്കെ കാണിച്ച് ഷോപ്പിലേക്ക് ഓടും. 7:49 ആവുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവൻ റോപ്പ് മേടിച്ച് അവനങ്ങനെ ഹാപ്പി ആയിട്ട് ഇപ്പൊ തിരികെ സ്കൂളിലേക്ക് ഓടും. അങ്ങനെ ഓടി ഓടി വരുമ്പോ അവൻ അറിയാതെ ആരോ ഒരാളെ തട്ടി താഴേക്ക് വീഴും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ ജെന്റിൽ ക്രിമിനൽ. അവനെ കണ്ട് നമ്മുടെ ആള് അവന്റെ ഡ്രസ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ ഒന്ന് നോക്കും. അപ്പ വില്ലൻ പറയും, ഞങ്ങളിപ്പോ ഗോൾഡൻ ടീ കുടിച്ചതേ ഉള്ളൂ, നീ ഇടിച്ചത് കാരണം അത് പെട്ടെന്ന് ദഹിച്ചു, അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ഓടിപ്പോന്ന് പറഞ്ഞ് ആളും ആളുടെ അസിസ്റ്റന്റ് പെണ്ണും അവർ രണ്ടുപേരും ഇപ്പൊ ക്യാഷ്വലായിട്ട് അങ്ങനെ നടന്നു പോകും. ഹീറോയ്ക്കാണെങ്കിൽ ഗോൾഡൻ ടീ എന്ന് പറയുമ്പോ ഇപ്പൊ മോമോയെ ആയിരിക്കും ഓർമ്മ വരിക. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് ഇപ്പൊ എന്തോ ഒരു ഡൗട്ട് തോന്നുക. ആ ഒരു സൗണ്ട് അതവൻ ഇതിനു മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട്. ഹീറോ ഒരുപാട് നേരം ഇപ്പൊ കൂലം കക്ഷായിട്ട് ആലോചിക്കും. അപ്പോഴായിരിക്കും അവന് പിടികിട്ടുക, ഇതാ ജെന്റിൽ ക്രിമിനൽ ആണ്. അവന്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഹീറോയും കണ്ടിട്ടുണ്ട്. ഉടനെ ഹീറോ അവനിപ്പോ ആ ജെന്റിൽ ക്രിമിനലിന്റെ പിന്നാലെ പോവും. അവന്റെ തൊട്ടടുത്തെത്തുമ്പോ ഇപ്പൊ ഹീറോ, നിൽക്കടാ അവിടെ, നീ അവനല്ലേ ആ ജെന്റിൽ ക്രിമിനൽ? ഞാൻ നിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നീ ഇപ്പോ ഞങ്ങളുടെ സ്കൂളിനെ ലക്ഷ്യമാക്കിയിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നേ? ഞങ്ങളുടെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മാത്രമല്ല ആ കുഞ്ഞിപ്പെണ്ണിന് അവൾ ഈ പ്രോഗ്രാം ഒക്കെ കാണിച്ചു കൊടുക്കാന്ന് ഹീറോ അവൻ പ്രോമിസ് ചെയ്തിരുന്നു. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ആ വില്ലനോട് പറയും, നിന്റെ നിഴല് പോലും എന്റെ സ്കൂളിന്റെ 7 അയലത്ത് വരാൻ പാടില്ല. അവൻ ടൈം നോക്കും, 8:37. ഹീറോ ടെൻഷനാവും. കാരണം സ്കൂളിന്റെ അടുത്തൊന്നും ഒരു ഹീറോ ഏജൻസിയും ഇല്ല. മാത്രമല്ല ഉടനെ ആ ക്രിമിനല് അവന്റെ ചിന്നപ്പെണ്ണോട് പറയും, മോളെ ഇനി സമയം കളയേണ്ട ആവശ്യമില്ല, നിന്റെ ക്യാമറ റെഡിയാക്ക്, നമ്മുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഇസുക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. ആദ്യം തന്നെ വില്ലൻ ഇപ്പൊ അവന്റെ ഇൻട്രോ കൊടുക്കും, ഞാനാണ് ഈ ലോകത്തിലെ നമ്പർ 1 ക്രിമിനൽ, ജെന്റിൽ ക്രിമിനൽ. നമ്മുടെ അടുത്ത ലക്ഷ്യം അത് US സ്കൂള്. അത് കേട്ട് നമ്മുടെ ചെക്കൻ അവൻ ഫുൾ കലിപ്പിലാവും. കാരണം അവന്റെ മുൻപിൽ വെച്ച് അവന്റെ സ്കൂളിനെ അറ്റാക്ക് ചെയ്യുമെന്നാണ് ആ വില്ലൻ പറഞ്ഞിരിക്കുന്നത്. വിടില്ല എന്ന് നിലവിളിച്ച് ഹീറോ അവനെ ഇട്ടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. പക്ഷെ അപ്പോഴേക്കും ഒരു നേരത്തെ എലാസ്റ്റിക് അത് ഹീറോയെ അങ്ങനെ തന്നെ
പുറകിലേക്ക് കൊണ്ടുപോകും. ആക്ച്വലി ഇതാണ് ആ വില്ലന്റെ യഥാർത്ഥ പവർ. എന്ത് സാധനത്തെ ഉപയോഗിച്ചും എലാസ്റ്റിക് ക്രിയേറ്റ് ചെയ്ത് അവനൊരു കവചം ഉണ്ടാക്കാൻ കഴിയും. അവനെ കൊണ്ട് കാറ്റിനെ പോലും എലാസ്റ്റിക് ആക്കി മാറ്റാൻ കഴിയും. വീണ്ടും വീണ്ടും നമ്മുടെ ഹീറോയെ ആ വില്ലൻ അറിഞ്ഞം പുറഞ്ഞം അടിച്ച് അങ്ങനെ തെറിപ്പിച്ചു കളയും. എന്നിട്ട് മുൻപോട്ട് ഉഷാറായിട്ട് ഓടും. പക്ഷെ ഹീറോ അവൻ വിട്ടുകൊടുക്കില്ല. അവന്റെ പിന്നാലെ ഓടി അവനെ അറ്റാക്ക് ചെയ്യും. വില്ലനാണെങ്കിൽ ഹീറോയെ അവനെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയും. എയറിൽ പറപ്പിക്കും. എലാസ്റ്റിക് ഉപയോഗിച്ച് അങ്ങനെ കവർ ചെയ്ത് പിടിക്കും. അങ്ങനെ ഒരുപാട് തരത്തില് നമ്മുടെ ഹീറോയെ അവൻ ആക്രമിച്ച് തുരത്തി ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വില്ലൻ വീണ്ടും ഇപ്പൊ വിളിച്ചു പോവും, ഞാൻ ആ യു എ സ്കൂള് അത് തകർക്കാൻ പോവാണ്. അതെങ്ങനെയാണ് തകർക്കുന്നതെന്ന് എന്റെ പ്രേക്ഷകർക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ലൈവ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഹീറോ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് അവൻ ആ ചിന്ന പെണ്ണിനോട് അവക്ക് യൂത്ത് ഫെസ്റ്റിവല് അത് കാണിച്ചു കൊടുക്കാന്ന് പ്രോമിസ് ചെയ്തതാണ്. നമ്മുടെ ആൾക്കാരുടെ പാട്ടും ഡാൻസും ഒക്കെ കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറോ അവൾ ഇതുവരെ ഒരു സ്റ്റേജിൽ പാടിയിട്ടില്ല. പക്ഷെ അവള് എന്റെ റിക്വസ്റ്റ് അത് കേട്ട് മാത്രം ഒരു പാട്ടൊക്കെ എഴുതി ഇപ്പൊ പാടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ഈ വില്ലൻ. അവൻ ഒറ്റ ഒരാള് കാരണം ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് തകരാൻ പോകുന്നത്. ഒരിക്കലും ആ സന്തോഷം അത് കെടുത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ എടുത്തു ചാടി അവന്റെ കുറച്ച് പവർ കൺട്രോൾ ചെയ്ത് അങ്ങനെ വിരൽ ഞൊടിക്കും. ആ ഒരു ഞൊടിയില് ഇപ്പൊ വില്ലന് ചെറിയൊരു പരുക്ക് പറ്റും. വില്ലന് കലി കയറി ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഉറപ്പായിട്ടും ഞാൻ ആരാണെന്നും എന്റെ പവർ എന്താണെന്നും ഇവന് കാണിച്ചു കൊടുക്കണം. ഉടനെ ഹീറോയും ആ വില്ലനും അവർ രണ്ടുപേരും ഇപ്പൊ നേർക്ക് നേരെ വരും. അങ്ങനെ അവർ തൊട്ടടുത്തെത്തി പരസ്പരം ഇടിച്ച് അവിടെ ഒരു ബിൽഡിങ്ങിലേക്ക് അങ്ങനെ തെറിച്ചു വീഴും. ഹീറോ അവന്റെ ഗ്ലൗസിലേക്ക് നോക്കും. അതിൽ അട്സുമെ അവൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്സ് ഒക്കെ അതിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഹീറോ അവന്റെ ഗ്ലൗ അത് റെഡിയാക്കിയിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ വമ്പൻ സ്റ്റൈലായിട്ട് ആ വില്ലൻ അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഹീറോ ചോദിക്കും, നീ ആ ലീഗ് ഓഫ് വില്ലൻസിലെ മെമ്പർ അല്ലേ? നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടേ? അതിനാവും പറയും, ഞാൻ ആ വാട്ട ഗ്രൂപ്പിലെ മെമ്പർ ഒന്നും അല്ല, ഞാൻ വേറെ ആളാണ്, എന്റെ സ്റ്റൈലും വേറെയാണ്. സോ ആവശ്യമില്ലാതെ നീ അലമ്പ് ഗ്രൂപ്പ്സിലൊന്നും എന്നെ ആഡ് ചെയ്യണ്ട. ആക്ച്വലി നീ കരുതും പോലെ ഞാൻ നിങ്ങളുടെ സ്കൂളിൽ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാനും നിങ്ങളുടെ കഴിവൊക്കെ ഒന്ന് കാണട്ടെ. സോ ദയവ് ചെയ്ത് നീ എന്നെ അതിന് അനുവദിക്കണം. അതിന് ഹീറോ പറയും, നിങ്ങളെപ്പോലുള്ള സ്ട്രേഞ്ചേഴ്സ് അവരകത്ത് കയറിയ ഉറപ്പായിട്ടും അലാം അടിക്കും. അലാം അടിച്ച ഞങ്ങളുടെ മാസ്റ്റേഴ്സ് ആ നിമിഷം തന്നെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിന്നെ പോലുള്ള ആരെയും പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിന്റെ 7 അയലത്തേക്ക് ഞാൻ അടുപ്പിക്കില്ല. അതിന് വില്ലൻ പറയും, അത് കുഴപ്പമില്ല, എന്റെ പവർ ഉപയോഗിച്ച് ആ ഒരു അലാം അത് ഞാൻ ഡിസേബിൾ ചെയ്യാം. അങ്ങനെ ആവുമ്പോ നിനക്കും കുഴപ്പമുണ്ടാവില്ല, എനിക്കും കുഴപ്പമുണ്ടാവില്ല. എനിക്കും എന്റെ വാക്ക് പാലിച്ച് നിങ്ങളുടെ യു എ സ്കൂളിലേക്ക് കയറാൻ പറ്റും. ഡീൽ ഓർ നോ ഡീൽ? ഹീറോ ടെൻഷനായിട്ട്, നോ ഡീൽ, എന്നെ കൊണ്ട് പറ്റില്ല. ഞാനൊരിക്കലും നിന്നെപ്പോലെ ഒരാളെ അതിനകത്ത് കയറ്റില്ല. നീ എന്നെ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ ഓൾറെഡി പോലീസിനെയും സൂപ്പർ ഹീറോസിനെയും ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. അവരെത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തും. എത്തിയാലുടൻ നിന്നെ അറസ്റ്റ് ചെയ്ത് അവർ കൊണ്ടുപോകും. ഉടനെ വില്ലൻ അവൻ ആ ബിൽഡിംഗ് പോലും ഇപ്പൊ റബ്ബറാക്കി അവിടുന്ന് ഓടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഹീറോ അവന്റെ ഹാൻഡ് ഗ്ലൗ അത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താ, ചുറ്റുമുള്ള ബിൽഡിങ് അതുപോലെ റബ്ബർ ആയതുകൊണ്ട് അവൻ ഷൂട്ട് ചെയ്യുന്ന ബുള്ളറ്റ് അതോരോന്നും ഇപ്പൊ ഹീറോയ്ക്ക് നേരെ അങ്ങനെ തിരികെ വരും. അതിനിടയിൽ ആ വില്ലൻ ഇരുമ്പ് റാഡുകള് അതിനെ നെട്ടഴിച്ചു വിടും. താഴെ കൂടെ ആൾക്കാർ പോകുന്ന കണ്ട നമ്മുടെ ഹീറോ അവൻ ഓടി വന്ന് ആ റാഡ് അതവന്റെ 2 കൈ ഉപയോഗിച്ച് അങ്ങനെ താങ്ങി നിർത്തും. അങ്ങനെ നമ്മുടെ ചെക്കനെ അവൻ നൈസായിട്ട് പോസ്റ്റ് ആക്കി വില്ലൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. കട്ട് ചെയ്ത അതേ സമയം ഇപ്പൊ യു എസ് സ്കൂള് കാണിക്കും. അവിടെ എല്ലാവരും പ്രോഗ്രാമിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8:45. അപ്പൊ ടോഡറൊക്കെ അവൻ വേറൊരുത്തിനോട് ചോദിക്കും, ഇസുക്ക് പയ്യൻ അവൻ വന്നില്ലേ? അതിനവൻ പറയും, അവൻ റോപ്പ് വാങ്ങാൻ പോയതാണ്, ഇപ്പൊ തന്നെ മടങ്ങിയെത്തും. കട്ട് ചെയ്ത ആ വില്ലനും ആ കുഞ്ഞു വില്ലത്തിയും അവര് യു എ സ്കൂൾ ലക്ഷ്യമാക്കി അങ്ങനെ ഫ്ലൈ ചെയ്യാണ്. നമ്മുടെ ഹീറോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ റാഡ് അത് ബാലൻസ് ചെയ്ത് താഴെ വെച്ച് വില്ലനെ പിടിക്കാനായിട്ട് ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.